ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിന്റെ ചില തലങ്ങളെ പറ്റിയിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്താൻ പോവുകയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെ എല്ലാവരും സംബന്ധിച്ച്. ഏറെക്കുറെ ഇതിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന 205 ആൾക്കാരിൽ അപ്പുറത്തേക്ക് നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്കെല്ലാം ടെസ്റ്റ് ചെയ്ത് അവരവരെ മെന്റാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റുമായിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ വിശദമായി പറയാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും അത്രയും സൂപ്പർ ആയിരിക്കും എന്നുള്ള ഫുൾ കോൺഫിഡൻസോടെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ സംഭവിച്ച നല്ല കാര്യങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് ചില സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, എന്താണ് നിങ്ങളുടെ മെന്റാലിറ്റി നടക്കുന്ന കാര്യങ്ങൾ ഒറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരൊറ്റ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ആൾക്കാർക്ക് പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പറയാനുള്ള ആൾക്കാരെ നമുക്ക് ക്ഷണിക്കാം. ഓക്കെ, താങ്ക് യു. മാം വരൂ. സർ, ഞാനേ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തപ്പോ 5000 രൂപയ്ക്കാ ചെയ്തത്. പക്ഷെ എനിക്ക് ശില്പ മാഡത്തിന് ഒന്നിച്ചു കിട്ടുന്നില്ല. പക്ഷെ 500, 1000 ഇങ്ങനെ 5000 കവിഞ്ഞങ്ങ് പോയി കിട്ടിക്കൊണ്ടിരിക്കുക സാർ. അതിപ്പോ ഞാൻ എന്നും വിചാരിക്കും സാറിനോട് പറയണം. പക്ഷെ അതിപ്പോ ഇന്ന് പറയണോന്ന് ഷെയർ ചെയ്യണോന്ന് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഒന്നിച്ചു തരണ്ട, ഈ ദിവസവും തരാന്ന് യൂണിവേഴ്സ് വിചാരിച്ചോന്ന് അറിയത്തില്ല സാർ. ഓക്കെ, ശരി. അതിനൊറ്റ ഒരു മറുപടി വരട്ടെ. Are you happy with what you are getting it? Yes, sir. Are you happy with what you are getting it? നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾ സന്തോഷവതിയാണോ? Yes, sir. അതെ, സന്തോഷവതിയാണ്. അപ്പൊ പണം എങ്ങനെയാണ് ആവശ്യം നമുക്ക്? പണം ഓൾവേസ് ഒഴുകുന്ന ഒരു നദിയായി മാറണം. അതെ അല്ലെ? അത് കിട്ടുന്നത് വളരെ കറക്റ്റല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് സാർ. യെസ്, താങ്ക് യു വെരി മച്ച്. അത് വളരെ മണി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഫ്ലോയിങ്. ഒരുപാട് എമൗണ്ട് ഒരിക്കൽ വന്നിട്ട് പിന്നെ ഒന്നും വരാതിരിക്കുന്നേക്കാൾ എത്രയോ നല്ലതല്ലേ നമുക്ക് ആവശ്യമുള്ള എത്ര പൈസ വന്നു പോവുക. യു ആർ സോ ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. പക്ഷെ രണ്ടാമത്തെ കാര്യം പറയാം. രണ്ടാമത് നിങ്ങൾക്ക് അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ there is a blockage. നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഹാപ്പിയാണ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമസ്കാരമുണ്ട്. ആഹാ, നമസ്കാരം സാർ. നമസ്കാരം മാഡം. ഞാനാണേ abundance of love and abundance of worth enough. Thank you, so blessed. പറയൂ മാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും സാറിന്റെ അനുഗ്രഹത്താലും സാറിന്റെ കൃപയാലും ബട്ട് റിയലി ഐ എം ഹാപ്പി. ഹാപ്പിനെസ് ഈസ് ദ ഗുഡ് ടോണിക്. ഞാൻ തന്നെ എന്നോട് പറയാറുണ്ട്, അജിത യു ആർ ഹാപ്പി, അജിത എപ്പോഴും നന്നായിരിക്കുക, സുഖമായിരിക്കുക എന്നൊക്കെ ഞാൻ എന്നോട് വെറുതെ ചോദിക്കുമ്പോഴ് ഇപ്പം കുറച്ചും കൂടെ നന്നായി. സാറിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഞാൻ വളരെ ഊർജം ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ മുഖത്ത് മുഴുവൻ ഇതുപോലെ വെളുപ്പ് പടരണ്ടേ? അതെ, അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ഇപ്പം, മനസ്സിലായില്ലേ? കാരണം ആ ഒരു വെയിലത്ത് കിടന്നിട്ട് കളിച്ച കളിയെല്ലാം ഇപ്പം മാറി വരുന്നില്ലേ? സംഭവിച്ചിരിക്കും. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ തന്നെ മാറ്റമുണ്ട്. മിനിഞ്ഞാന്ന് കണ്ടതിനേക്കാളും മാറ്റം പോകുന്നുണ്ട്. മിനിഞ്ഞാന്ന് കണ്ടതിനേക്കാളൊക്കെ ഒരുപാട് മാറി വരുന്നുണ്ട്. ഞാൻ ഡെയിലി 4 മണി തൊട്ടിട്ട് 6 മണി വരെ മെഡിറ്റേഷനിൽ ഇരിക്കുക എന്ന് പറയുമ്പം അത് ഓട്ടോമാറ്റിക് മാറിയല്ലേ പറ്റുള്ളൂ. ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടിയിരുന്നില്ല, ബട്ട് ഇപ്പൊ ഞാനത് ചെയ്യുന്നുണ്ട്. 4 മണി തൊട്ടിട്ട് 6 മണി വരെ മെഡിറ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്ന മെഡിറ്റേഷൻ 6 മണിക്കൂറാണ്, 4 മണിക്കൂറല്ല. സ്നേഹപ്രഭ ഞെട്ടാണ് അവിടെ. 4 മണിക്കൂർ 2 മണിക്കൂർ മെഡിറ്റേറ്റ്, 6 മണിക്കൂർ മിനിമം ചെയ്യണം. 6 മണിക്കൂർ അല്ല, 6 മണിക്കൂറല്ല സാറേ, ഞാൻ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂർ 7 ഡേയ്സ് ഒക്കെ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളാണ് മെഡിറ്റേഷനിൽ. പക്ഷെ ഇപ്പൊ ഈ കട തുറന്നതിന് ശേഷം ഈ ലീവ് വരുമല്ലോ നമുക്കിവിടെ, അപ്പൊ ഈ 7 ഡേയ്സ് ഞാൻ ഫോൺ എടുക്കൂല, ഒരാളോട് മിണ്ടൂല, ഒരാളോട് ഇല്ല, ആർക്കും ഞാൻ അലൗഡ് അല്ല എന്നെ മുഖം കാണിക്കാനും ഒന്നും. അപ്പൊ അങ്ങനെ മെഡിറ്റേഷനിൽ ഇരുന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടില്ലേ. ഈവൻ ഹെൽത്ത് ഉള്ളോ, അത്രയും ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ റിമൂവ് ചെയ്തില്ലേ.
ഞാൻ എപ്പോഴും അപ്പൊ ക്ലാസ്സിൽ പറയാറുണ്ട് ആ ഒരു കോൺസെപ്റ്റ്. ഞാൻ എന്തെങ്കിലുമൊക്കെ എന്നെ പാകപ്പെടുത്തിയതിന്റെ പ്രധാന പങ്ക് ആന്തരിക മൗനം എന്ന് പറയുന്ന ഇന്നർ സൈലൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ഞാൻ നമ്മുടെ ഒരു സെഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ സമയം കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റും. ഇത് വളരെ ഡീപ്പായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ലോകം മാറിക്കളയുന്നതിന് ശേഷം ഞാൻ ഇന്ന് ഇത് പറഞ്ഞപ്പോഴും നേരത്തെ ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ ഞാൻ ഇവിടെ പറഞ്ഞു പോയതാണല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞു പോയി, ഇന്ന് എനിക്ക് വലിയൊരു എന്താ പറയാ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം വേണം, എങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല എന്ന് ഇന്നലെ ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞു. എത്ര പേര് ശ്രദ്ധിച്ചിരുന്നത്? ഇവിടെയാണോ രാവിലെ മെഡിറ്റേഷനിലാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. രാത്രിയാ പറഞ്ഞത് തോന്നില്ലേ. അത് നടന്നത് എങ്ങനെയാണെന്ന് ദൈവത്തിന് പോലും അറിയാത്തൊരു സംഭവമാണ്. അപ്പൊ അത് ഈ ഒരു യാത്രയിൽ സംഭവിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. സോ ബ്ലെസ്ഡ്. എന്താ അതെങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. വളരെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഇഷ്ടാനുസരണം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു സിംഗുലറിലേക്ക് പോയിക്കോളും. അതിനപ്പുറത്തേക്ക് എല്ലാം യഥാവിധി നടന്നു പോകും. അതാണ് ഇതിന് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നുള്ളത്. താങ്ക് യു വെരി മച്ച് മാം. കണ്ടതിൽ വളരെ സന്തോഷം. വീണ്ടും കാണുക. ഞാൻ ഒന്ന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കുറച്ച് വന്നു, പക്ഷെ ഒരു 7 വർഷത്തിന് മുമ്പുള്ള അജിതയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ബട്ട് 7 വർഷക്കാലം ഞാൻ ശരിക്കും എന്നെ പൂട്ടിയിട്ട് വളർത്തി. ഈ അടുത്ത സമയത്ത് എന്നെ തുറന്നു വിട്ടു. ഓരോ ദിവസം ഞാൻ പറയാം, അജിത മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത്, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കാൻ പറയും. പക്ഷെ ഇപ്പം ഇവിടെ ഫ്ലൈങ്. താങ്ക് യു സർ, താങ്ക്സ് ലോട്ട്സ്. ഒരുപാട് പേരുണ്ടല്ലോ സാറിന്റെ കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? വേറൊന്നുമില്ലല്ലോ. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. സ്റ്റാർട്ട് ചെയ്തോളൂ. വെള്ളമൊക്കെ കുടിക്കുന്നവർ കുടിച്ചോളൂ. കുറച്ച് വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സുരേന്ദ്രൻജിയൊക്കെ വെള്ളം എടുത്ത് കുടിച്ചത് കണ്ട് ഞാനും വെള്ളം കുടിച്ചിരിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി കിട്ടാൻ വരും. എന്താ പറയാ, ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് കുടിപ്പിക്കലുണ്ടാവും. അതുകൊണ്ട് സോ നൈസ്. കം ഓൺ, വൺസ് അഗൈൻ റെഡി. ഞാന് സ്ഥിരമായി ശ്രദ്ധിക്കുന്നുണ്ട്, ചില ആൾക്കാര് ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് ചെയ്യാനോ ഒരു കമന്റ് ചെയ്യാനോ താല്പര്യപ്പെടാതിരിക്കുന്ന ആൾക്കാർ. ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കാം, നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന സമയം കളയരുത്. കാരണം ഇതൊന്നും കേറില്ല ഇതിനകത്തേക്ക്. വെൻ യു ആർ നോട്ട് എൻഗേജ് വിത്ത് എനിത്തിങ്, നത്തിങ് ഗോയിങ് ടു എൻഗേജ് യു ഫോർ യുവർ ലൈഫ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തോട് എൻഗേജ് ആയില്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങളെയും എൻഗേജ് ചെയ്യിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് നേടാനായിട്ട് തുനിയാത്തടത്തോളം കാലം ഒരു കാര്യവും നിങ്ങളെ നേടാനായിട്ട് വരത്തില്ല. അങ്ങനെയും. അതുകൊണ്ട് ആരും മടി കാണിക്കണ്ട. 209 കമന്റുകൾ കൗണ്ട് ചെയ്യുന്നുണ്ട് ഞാൻ. 250 രണ്ടാമത് മാറി. ആൾക്കാർ റെഡി എന്ന് പറഞ്ഞു. അടുത്ത ഇമോഷൻ എന്താണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ തന്നെ വന്നു ഞാൻ ഹാപ്പി അല്ലേ. സോ പ്ലസ് ഇതിനേക്കാൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന് എന്താ ഒരാൾക്ക് ആവശ്യമുള്ളത്? ഒരു മെന്ററിന് എന്താ ആവശ്യമുള്ളത് അല്ലേ? പറയണ്ട ഇന്നത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയണ്ട. ആൾക്കാർ റെഡിയാണ്. കാരണം അത് ഓൾറെഡി ഇതാണ് ഞാൻ എന്നും പറയാറുള്ളത് ഓട്ടോ സജഷൻ എന്ന് പറയുന്ന സാധനം. ഈ മൂഡിലേക്ക് എപ്പോഴാണോ നമ്മൾ എത്തുന്നത് പിന്നെ ജീവിതം റെഡിയായി അല്ലേ. ഗിയർ മാറ്റാൻ മാത്രമേ ഒന്ന് വിഷയമുള്ളൂ. മാറ്റാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ച് മാറ്റണമെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വണ്ടിയുടെ സ്പീഡ് മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ഗിയർ മാറിക്കൊള്ളും കൈയുണ്ട് അല്ലേ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ലൈഫിൽ എവിടെയാണോ എന്ത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഗിയർ മാറ്റാൻ തുടങ്ങും എന്നുള്ളതാണ്. അതേപോലെ ഐ എം ഹാപ്പി. എവരിബഡി ഹാപ്പി, റൈറ്റ്? താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് കിടക്കാം. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ചെറിയ വിഷയമുണ്ട്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പറയാം. നിങ്ങളെല്ലാവരും പെന്നും പേപ്പർ ഉണ്ടല്ലോ അല്ലേ? പെന്നും പേപ്പർ എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും ടൈപ്പ് ചെയ്ത പെന്നും പേപ്പർ ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നിങ്ങൾ 2 കാര്യം മാത്രം ചെയ്താൽ മതി. 1, 2, 3, 4, 5 എന്നുള്ള നമ്പറുകൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൂടുതലായി നിങ്ങൾ 1, 2, 3, 4, 5 എന്ന് എഴുതിയാൽ മതി. ചോദ്യത്തിന്റെ കോഡ് ഞാൻ ചോദ്യം ചോദിക്കും. അതിന് ഉത്തരമായി 1 എന്താണ്, 2 എന്താണ്, 3 എന്താണ് ഡിഫോൾട്ടാണ്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ 1 എന്ന് പറയുന്നത് ഒരിക്കലും അല്ല എന്നാണ്. എഴുതി വെച്ചോളൂ. 1 എന്നാൽ ഒരിക്കലും അല്ല. എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ ഒരിക്കലും അല്ല. ഇതെന്താന്നല്ല മനസ്സിലായല്ലോ നിങ്ങൾക്ക്? പറയണ്ടല്ലേ? മനസ്സിലായി. ഓക്കെ, ഇത്രയും ഭാഗം കട്ട് ചെയ്യാം വീഡിയോയിൽ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് പറയാതെയാണ് നേരെ പോയത് അല്ലെ. സോറി. നമുക്ക്
ഇന്നത്തെ സബ്ജക്റ്റ് പറഞ്ഞിട്ട് തുടങ്ങാം അല്ലെ? ചെറിയൊരു കൺഫ്യൂഷൻ വന്നുപോയ സ്റ്റാർട്ടിങ്ങില്. നിങ്ങളിൽ നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എങ്ങനെ നമ്മളിലുള്ള നെഗറ്റിവിറ്റി കണ്ടെത്താൻ സാധിക്കും? ഇതൊരു വലിയ വിഷയമാണല്ലോ. പലപ്പോഴും സാറേ എന്റെ നെഗറ്റീവ് ഉണ്ടോ, നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടോ, ഞാൻ മറ്റൊരു സംസാരിക്കുന്നത് ശരിയാകുമോ, നമുക്ക് നെഗറ്റീവാണ് നമ്മൾ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണ്ടേ? എന്താണ് ഈ നെഗറ്റിവിറ്റി? ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടോ? നിങ്ങളിൽ ഓരോ ആൾക്കും നെഗറ്റീവ് ഉണ്ടെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യൂ. എന്നാൽ നമുക്കത് ഒരു ചെറിയ ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാം. വാ, താങ്ക് യു വെരി മച്ച്. ഇത്രയും ആൾക്കാർ 205 പീപ്പിൾ, ഹൈയസ്റ്റ്. ഇത് വിജിൽ പറഞ്ഞ പോലെ 199 ആവട്ടെ എന്ന് പറഞ്ഞത് 205 ആണ്. താങ്ക് യു വെരി മച്ച്. ഇന്ന് താമസിക്കാൻ നമ്മൾ 500-ലെത്തും. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. നമുക്കിതൊന്ന് ചെറിയൊരു ടെസ്റ്റാണ്, സിമ്പിൾ ആണ് എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്തോളൂ, മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്തോളൂ. അതാണല്ലോ നമുക്ക് ആവശ്യം. നമുക്കുണ്ടോ ഇല്ലയോ നമ്മൾ അറിയുന്നതിനപ്പുറത്ത് മറ്റുള്ളവർക്കുണ്ടോ എന്ന് അറിയുന്നതാണ് നമുക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി. മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയല്ലേ? മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എനിക്കുണ്ടെങ്കോ ഇല്ലയോ എന്നത് വിഷയമല്ല, അവനുണ്ടോ അവർക്കുണ്ടോ. ഞാൻ മാറിയെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല സാറേ, അവര് മാറണ്ടേ, അവര് മാറാത്തിടത്തോളം കാര്യം ഞാൻ മാറിയിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അകം നന്നായാൽ മാത്രം മതി, പുറം മുഴുവൻ നന്നായിരിക്കണം, യാതൊരു തരത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അതിന്റെ ടെസ്റ്റ് എടുക്കുകയാണ്. നമ്മളുടെ നെഗറ്റിവിറ്റി നിലവാരം പരിശോധിക്കുന്നതിനുള്ള 5 ചോദ്യമടങ്ങിയ ഒരു ചെറിയ ടെസ്റ്റാണ്. വളരെ സിമ്പിൾ ആണ്. ഇത് അവരവർ എഴുതി വെക്കുക, അവര് തന്നെ മനസ്സിലാക്കി വെക്കുക, ആരോടും ഷെയർ ചെയ്യണ്ട. അതിൽ കിട്ടിയ ഉത്തരം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. അതിൽ ഏറ്റവും ഹയസ്റ്റ് കിട്ടിയ ആൾക്ക്, ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ള ആൾക്ക് വേണമെങ്കിൽ ഒരു വണ്ടർഫുൾ ഗിഫ്റ്റ് ഞാൻ തരാം. കുറഞ്ഞവർക്ക് ഞാനൊന്നും തരുന്നില്ല. കാരണം എന്താ, കുറഞ്ഞവർ ചെറിയ വലിയ ഏറ്റവും ഹയസ്റ്റ് കിട്ടിയ ആൾക്കല്ലേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഹയസ്റ്റ് കിട്ടിയ ആൾക്കാർക്ക് എന്റെ വക ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ടാവും മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹയസ്റ്റ് മാർക്ക് ചെയ്യാൻ ബുദ്ധിപരമായി നീങ്ങിയാൽ നിങ്ങൾ തന്നെ പെടും എന്ന് മറക്കാതിരിക്കുക. അങ്ങനെ ഒരു കുസൃതി പരിപാടിയാണ്. കുസൃതിയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നെഗറ്റിവിറ്റി അളക്കാനുള്ള എന്താണെന്നൊക്കെ ബാക്കി പറഞ്ഞു തരാം. പക്ഷെ ഇതൊന്ന് പഠിക്കാം. അപ്പോ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്? 1, 2, 3, 4, 5 എന്നാണ് എഴുതേണ്ടത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. എഴുതി വെച്ചോളൂ. 1 എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരിക്കലും അല്ല എന്നുള്ളതാണ്. 2 എന്ന് പറഞ്ഞാൽ അപൂർവം എന്നാണ്. 3 എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ. 4 എന്ന് പറയുന്നത് വളരെ അധികം. 5 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും. ഇതാണ് നമ്പർ ഇടേണ്ടത്. ഞാൻ ചോദ്യം നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിൽ ഈ നമ്പറിൽ ഒരു നമ്പർ നിങ്ങൾ അവിടെ ആൻസർ ചെയ്തിട്ടാൽ മതി. ടോട്ടൽ കിട്ടുന്ന സംഖ്യ നോക്കിയിട്ടാണ് നമ്മളിൽ നെഗറ്റിവിറ്റി, നിങ്ങളിൽ നിന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടോ ഇല്ല, അതിന്റെ തോത് എത്രയാണ്, ഏത് അളവാണ് തീരുമാനിക്കുന്നത്. എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡിയാണ്? എവരിബഡി റെഡി? അപ്പൊ യൂട്യൂബ് വീഡിയോക്കാർക്ക് ഞാനിത് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വേണ്ട, ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ദാ വരുന്നു. ഒരു മ്യൂസിക് ഒക്കെ ഇടാം അല്ലെ? നമ്പർ 1 ചോദ്യം. അങ്ങനെ ഒരു ഇത് കേട്ടില്ലേ? ഒന്നുകൂടി പറയണോ? എന്താണ് ഞാൻ ഒന്നുകൂടി പറയണ്ടേ? ഒന്നുകൂടി പറയാനൊന്നുമില്ല. 1 എന്ന് പറയുന്നത് 1, 2, 3, 4, 5 നമ്പറുകളാണ് വേണ്ടത്. ആയിട്ടില്ല. ഓപ്ഷൻ വരട്ടെ, ഞാൻ വന്നില്ല, അതല്ല പറഞ്ഞത്. ചോദ്യമേ വന്നില്ല. ഈ ഓപ്ഷൻസ് നിങ്ങൾ എഴുതണം എന്നാ പറഞ്ഞത്. അതായത് ഞാൻ ഇനി ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് നിങ്ങളെ ആൻസർ ഇതല്ല, ഇപ്പൊ കിട്ടതല്ല, അത് എഴുതി വെച്ചോളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ 1 മുതൽ 5 വരെയിൽ ഏതാണെന്നാണ് എഴുതേണ്ടത്. ഇപ്പൊ എഴുതേണ്ട ആരും ചോദ്യമേ ചോദിച്ചിട്ടില്ല. ഇന്ന് ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ചാറ്റ് ബോക്സിൽ ചോദ്യം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ചോദിക്കുന്ന ചോദ്യത്തിന് ഈ നേരത്തെ ചാറ്റ് ബോക്സിലിട്ട് 1 എന്ന് പറയുന്ന സംഖ്യ, 1 എന്ന് അർത്ഥമാക്കുന്നത് ഒരിക്കലും അല്ല, 2 എന്ന് പറയുന്നത് അപൂർവം, 3 എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ, 4 എന്ന് പറയുന്നത് വളരെ അധികം, 5 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും. അപ്പൊ ചോദ്യം എന്താ വരുന്നു, ഇത് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, മിക്ക അവസരങ്ങളിലും മിക്ക സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മോശമായ ഫലമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പതിവുണ്ടോ? ഇവിടെ ആൻസർ എഴുതണ്ട,
നിങ്ങൾ ആ പുസ്തകത്തിൽ എഴുതിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ ചോദ്യം എഴുതിയാൽ മതി. മിക്ക സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മോശമായ ഫലമുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പതിവുണ്ടോ? ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മിക്ക സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് എഴുതണ്ട. നിങ്ങൾ ആരും ഇവിടെ ടൈപ്പ് ചെയ്യരുത്. നമ്പർ ഒന്നും ടൈപ്പ് ചെയ്യരുത്. നിങ്ങളുടെ പുസ്തകത്തിൽ മാത്രം എഴുതി വെച്ചാൽ മതി. മറ്റൊന്നും ചെയ്യരുത്. മിക്ക സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മോശമായ ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പതിവുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഉത്തരം എഴുതുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വന്തം കഴിവുകൾ അല്ലെങ്കിൽ സ്വയം മൂല്യം കുറവാണ് എന്ന് നിരന്തരം ചിന്തിക്കുന്ന പതിവുണ്ടോ? അതിന് നിങ്ങൾ ഉത്തരം മാത്രം എഴുതിയാൽ മതി. ചോദ്യം ഒന്നും എഴുതണ്ട. ഉത്തരം മാത്രം എഴുതിയിട്ടാൽ മതി. 1, 2, 3 മാത്രം എഴുതിയിട്ടാൽ മതി. ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, 5 ചോദ്യങ്ങളേ ഉള്ളൂ. അതിന് ഉത്തരം മാത്രം എഴുതിയിട്ടാൽ മതി. രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, കാര്യങ്ങൾ തെറ്റായാൽ പലപ്പോഴും മറ്റ് ആളുകളെയും കാര്യങ്ങളെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും കുറ്റം പറയുന്നുണ്ടോ? നിങ്ങൾ കാര്യങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശരിയായി വരുന്നില്ലെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്കാണ്, അവരുടെയാണ്, ആ സാഹചര്യത്തിൽ അങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടോ? അതിന് ഉത്തരം നേരത്തെ പറഞ്ഞ 1, 2, 3, 4 എന്നുള്ളതിന് തത്തുല്യമായി എഴുതണം. അല്ലെ? എന്താണ് ഉത്തരം എന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞോ? നമ്മുടെ 1, 2, 3 എന്താണെന്ന് പറയണോ? ഒന്നുകൂടി ഞാൻ ടൈപ്പ് ഇട്ടേക്കാം. അത് ഒന്നാമത്തെ ഇതിനനുസരിച്ച് ഉത്തരം 1, 2, 3 ഒന്നായിരിക്കണം. ഒരിക്കലുമല്ല, അപൂർവമായി പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, വളരെയധികം പറയാറുണ്ട്, എല്ലായ്പ്പോഴും പറയാറുണ്ട്. 3 ചോദ്യങ്ങൾ പറഞ്ഞു. നാലാമത്തെ ചോദ്യം, നീണ്ട കാലമായി നടന്ന തെറ്റുകൾ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പതിവുണ്ടോ? പഴയ കാര്യങ്ങളെ പറ്റി, അവിടുന്ന് നടന്ന സംഭവത്തെ പറ്റി ചിന്തിക്കുന്ന പതിവുണ്ടോ? നീണ്ട കാലമായി നടന്ന തെറ്റുകൾ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പതിവുണ്ടോ? ആൻസർ ആയിട്ടുണ്ടാവുന്ന വരുന്നു. ചിലപ്പോഴൊക്കെ എന്നുള്ള 3, വളരെയധികമായി അത് തന്നെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ 4, എല്ലായ്പ്പോഴും ചിന്തിക്കുന്നു എന്ന് പറയുന്നത് 5, ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നത് 1 അങ്ങനെ എഴുതണം കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് അവസാനിപ്പിക്കാം. ഭാവിയെ പറ്റി നിങ്ങൾക്ക് ആശങ്കയോ ഭയമോ ആവുന്ന പതിവുണ്ടോ? ഭാവിയെ പറ്റി ആശങ്കയോ ഭയമോ ഉണ്ടാവുന്ന പതിവുണ്ടോ? ഒരിക്കലുമില്ലെങ്കിൽ 1, അപൂർവമായി ഉണ്ടെങ്കിൽ 2, ചിലപ്പോഴൊക്കെ എന്ന് പറയുന്നത് 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കമന്റ് ബോക്സ് മുകളിലോട്ട് പോയാൽ മതിയല്ലോ, ചാറ്റ് ബോക്സിൽ. ഭാവിയെ പറ്റി നിങ്ങൾക്ക് ആൻസർ ഇവിടെ എഴുതരുത്. നിങ്ങളുടെ പുസ്തകത്തിൽ മാത്രമേ എഴുതാവൂ. ചാറ്റ് ബോക്സിൽ ആൻസർ വേണ്ട. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയാലേ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ചാറ്റ് ബോക്സിൽ എഴുതി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 5 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. ഇനി നിങ്ങൾ ടോട്ടൽ അതിന്റെ 5 ചോദ്യത്തിന്റെയും ടോട്ടൽ കൂട്ടുക. 5 ചോദ്യത്തിന്റെയും ടോട്ടൽ എമൗണ്ട് കൂട്ടുക. 1, 2, 3 എന്നുള്ള ടോട്ടൽ കൂട്ടി എഴുതിയിടുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നും പറയണ്ട, നിങ്ങൾ കൂട്ടി കിട്ടാൻ മാത്രം മതി. അവിടെ ആ ടോട്ടൽ കൂട്ടുകയാണ് ഇപ്പോഴത്തെ നടക്കുന്ന സംഭവം. 1, 2, 3 ഒന്നും ടൈപ്പ് ചെയ്യരുത്. 5 ചോദ്യങ്ങൾ ക്ലിയർ ആയല്ലോ? 5 ചോദ്യങ്ങൾ കിട്ടിയോ? ഒന്നുകൂടി ചോദിക്കൂ. 5 ചോദ്യം കിട്ടിയല്ലോ? കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എല്ലാവർക്കും. ഇല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാവുന്ന ചാറ്റ് ബോക്സിൽ പോയി നോക്കിക്കോളൂ. മുകളിലുണ്ടല്ലോ, സ്ക്രോൾ ചെയ്താൽ പോരെ മുകളിലോട്ട്. നിങ്ങൾ ആരും ആൻസർ ചെയ്യേണ്ട, നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഒന്നും ആൻസർ ചെയ്യേണ്ട, ചോദ്യം മാത്രമേ ഉള്ളൂ. ആരും ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേണ്ട, നിങ്ങളുടെ പുസ്തകത്തിൽ മാത്രമേ ഉണ്ടാവേണ്ടുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, മിക്ക സാഹചര്യങ്ങളിലും, ഒന്നാമത്തെ ചോദ്യം പറയാം, ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി പറയാം. മിക്ക സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മോശമായ ഫലമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന പതിവുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ സ്വന്തം കഴിവുകൾ അല്ലെങ്കിൽ മൂല്യം കുറവാണ് എന്ന് നിരന്തരം ചിന്തിക്കുന്ന പതിവുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, കാര്യങ്ങൾ തെറ്റായാൽ പലപ്പോഴും മറ്റ് ആളുകളെയും കാര്യങ്ങളെയും കുറ്റം പറയുന്നവരാണോ? നാലാമത്തെ ചോദ്യം, നീണ്ട കാലമായി നടന്ന തെറ്റുകൾ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പതിവുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം, ഭാവിയെ പറ്റി നിങ്ങൾക്ക് ആശങ്കയോ ഭയമോ ആവുന്ന പതിവ്. ഇത് റെഡിയായി കണ്ടു? എല്ലാം റെഡിയായിരുന്നു. ആരും കൂട്ടിയിടണ്ട, നിങ്ങളിൽ വെച്ചാൽ മതി. കാരണം നിങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ പറ്റും. ഇനി സ്കോറിങ്,
നിങ്ങൾ കൂട്ടിയിട്ടപ്പോൾ പറയാം. 5നും 10നും ഇടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ, 5നും 10നും ഇടയിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ചിന്താഗതി വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം, കൺഫേം ചെയ്യാം. 5 മുതൽ 5നും ഇടയിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയതെങ്കിൽ, 11നും 15നും ഇടയിലാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇടത്തരം നെഗറ്റിവിറ്റി ഉള്ള ആളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കൂടുതലുമില്ല കുറവുമില്ല. 16 മുതൽ 20 വരെയുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഉയർന്ന നെഗറ്റിവിറ്റി, നിങ്ങൾ നിരന്തരം നെഗറ്റീവ് ചിന്തയിൽ ആശങ്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. ഉയർന്ന നെഗറ്റിവിറ്റി, നിങ്ങൾ നിരന്തരം നെഗറ്റീവ് ചിന്തകൾ അകപ്പെട്ടിരിക്കുന്നു എന്ന്. 21നും 30നും 21നും 25നും ഇടയിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ചിന്തകളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിൽ പെട്ടിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതം വലിയ സ്വാധീനം ചെലുത്തുമെന്നും നിങ്ങളെ മാനസികമായും ശാരീരികമായും എല്ലാ ബന്ധങ്ങളിലെയും ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ഹൈലി ടോക്സിക്കേറ്റഡ് ആണെന്നും പറയേണ്ടി വരും. ഇത്രയും ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിങ് പറയുന്നുള്ളൂ. ഇത്രയുമാണ് സ്റ്റാർട്ടിങ് പറയുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഇനി എത്ര കിട്ടി എന്ന് നിങ്ങൾക്ക് പറയാം. 21ന് മുകളിൽ കിട്ടിയ ആളെ ഒന്ന് ടൈപ്പ് ചെയ്യാവും. സാറേ എനിക്ക് 21ന് മുകളിലാണെന്ന് മാത്രം പറയാം. ഒന്ന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് എ പോസിബിൾ അറ്റാൻ. കാരണം എങ്ങനെ ഒന്ന് വരും? അതൊരു അർത്ഥമേ ഇല്ല. 21ന് മുകളിലുള്ള ഒരാൾ സുരേഷ്, വേറെ ആരാണ്? 21ന് കൊണ്ടാണ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. മറ്റുള്ളവർ എന്തിനാണ് ടൈപ്പ് ചെയ്യുന്നത്? മായാദേവി. ഓക്കെ, ജസ്റ്റ് നോട്ട് ദാറ്റ്. എനിക്ക് 21ന് മുകളിലുള്ള ആൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ചോദ്യം ശരി മനസ്സിലാവാനിട്ടാണ് പറയുന്നതെങ്കിൽ അറിയില്ല. സുജി 21ന് മുകളിലാണോ സുജി? മറ്റുള്ളവരില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അത്ര പേരേ ഉള്ളൂ എന്ന് കരുതുന്നു. 2-3 പേർ. എന്താ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയാൻ? ഇനി എനിക്കെന്ത് പറയാൻ പറ്റും? ഓക്കെ, അതും 21ന് താഴെയുള്ളവർ, 15 മുതൽ ഉള്ളവർ നോക്കണം. 16 മുതൽ 20 വരെയുള്ള ഒരു വിഷയമാണ്. 21 മുതൽ 25 വരെയുള്ള വിഷയമാണ്. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് മാത്രം ഇപ്പോൾ ഓർപ്പിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തന്നിരിക്കും 21. കാരണം നിങ്ങൾ ഗിഫ്റ്റ് തന്നാൽ മാത്രമേ നിങ്ങൾ ശരിയായ രീതിയിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ? ഇത് നിങ്ങൾ ടെസ്റ്റ് അല്ലേ? എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഈ ടെസ്റ്റ് ഇഷ്ടപ്പെട്ടോ? ടെസ്റ്റ് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടവർ എസ് പറയാൻ മടിക്കരുത്. കാരണം ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഒന്നും മനസ്സിലാവാത്തതിന് കാരണം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇത്രയും പറഞ്ഞ് നാളെ വീഡിയോ കണ്ടു നോക്കൂ. അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. നോക്കൂ, ഇവിടെ നമ്മളത്തെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണോ നമ്മൾ? എനിക്ക് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കലായിരുന്നു. അതിൽ കുറെ പേർക്ക് അതിന്റെ ഓരോ തലങ്ങളെ പറ്റി മനസ്സിലാക്കി. നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്നാണ്. ആദ്യം കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞു പോകാം. എന്താണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ്? എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? അതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. നാളെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എഴുതാമല്ലോ. നോ പ്രോബ്ലം. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ. നോ, ഡോണ്ട് വറി. നെഗറ്റീവ് അഥവാ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് റെഫർ ടു എ മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ? അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ ഓഫ് തിങ്കിങ് ദാറ്റ് ഫോക്കസ് ഓൺ അൺഡിസൈറബിൾ ഔട്ട്കം, പെസിമിസം ആൻഡ് അൺഫേവറബിൾ ജഡ്ജ്മെന്റ്. ഇതാണ് നെഗറ്റിവിറ്റിയെ പറ്റി നമ്മൾ ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ടത്. അതായത് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിന്റെ മൈൻഡ് സെറ്റ് ആണ്. അതൊരു ആറ്റിറ്റ്യൂഡാണ്. അതൊരു പാറ്റേൺ ഓഫ് തിങ്കിങ് ആണ്. അത് ഫോക്കസ് ചെയ്യുന്നത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്കം ആണ് എന്നുള്ളത്. അപ്പോ അതിലുകൊണ്ട് ഉണ്ടാവുന്നത് പെസിമിസം ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അൺഫേവറബിൾ ജഡ്ജ്മെന്റ് ആയിരിക്കും നെഗറ്റിവിറ്റി ഉള്ളവർക്ക് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം.
ഇറ്റ് ഇൻവോൾവ്സ്, ഇതെങ്ങനെയാണ് നെഗറ്റിവിറ്റി ഉണ്ടാവുന്നത്, ഇത് എവിടെയൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇൻവോൾവ് 8 ഒന്നും ആൻസർ വരില്ല കേട്ടോ. ദാറ്റ്സ് നോട്ട് എ പോസിബിൾ അറ്റ് ആൾ. കാരണം ടോട്ടൽ കൂട്ടിയാൽ 8 എങ്ങനെ വരും? ഒരിക്കലും സാധ്യമല്ലാത്ത നമ്പർ ആയി പറഞ്ഞു. അപ്പൊ ഒന്നും മനസ്സിലായില്ല എന്നാണ് ആ 8 എഴുതിയതിന്റെ 1 എഴുതിയതിന്റെ ഒക്കെ അർത്ഥം. 5 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒന്നിനും, ഒന്നാമത്തെ ഒന്ന് തന്നെ പറഞ്ഞാൽ 5 ചോദ്യത്തിന് 5 വരും. ഒന്ന് വളരെ കുറവാണ് വരിക. ഒരിക്കലും നെഗറ്റിവിറ്റി ചിന്തിക്കില്ല എന്ന് പറയുന്നത് വളരെ റെയർ കേസ് അല്ലേ, സംഭവിക്കില്ല. അപ്പോ ഇറ്റ്സ് ഇൻവോൾവ് ഇമോഷൻസ്, തോട്ട്സ് ആൻഡ് ഫേവറബിൾ ആൻഡ് എംഫസിസ് ഓഫ് നെഗറ്റീവ് ആക്സെപ്റ്റ്സ് എന്നാണ് പറയാം. നമ്മൾ ആ നെഗറ്റിവിറ്റിയിലേക്ക് പ്രിഫർ ചെയ്ത് പോകുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവ് ഉള്ള ആൾക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കുക, അവർക്ക് എന്താണ് ഇന്നിട്ട വീഡിയോ ബാലൻസ്. ഓക്കെ, അത് നാളെ ചെയ്യാം. നിങ്ങൾ കമന്റ് അടിക്കുമ്പോൾ എന്റെ ഇവിടുത്തെ ക്ലാസ് മാറിപ്പോകുന്നു കേട്ടോ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞോളൂ കേട്ടോ. മറ്റതൊക്കെ ഇന്ന സമയത്ത് പറയാം. യെസ്, നെഗറ്റിവിറ്റി, നമ്മൾ പറഞ്ഞ നെഗറ്റിവിറ്റിയെ പറ്റി കേട്ടോ, അതിലേക്ക് വരും. നെഗറ്റീവ് ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അതുകൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കേണ്ടി വരും അല്ലെ. നെഗറ്റിവിറ്റി ആകുമ്പോൾ ഭവിഷ്യത്തുകളാണല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതല്ലേ നമുക്ക് വേണ്ടത്? യെസ്, നമുക്ക് അതാണ് ആവശ്യമെങ്കിൽ നെഗറ്റീവ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു 5 പോയിന്റുകൾ, 5 കിട്ടും. നമുക്കൊരു 7ഓളം പോയിന്റുകൾ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരാളുടെ 5 കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ഒന്നാമത്തത്, അവർ ഫെസിമിസ് ഉള്ള ആൾക്കാരായിരിക്കും. എന്താണ് ഫെസിമിസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ? അവർ പൊതുവെ അവിശ്വാസികൾ ആയിരിക്കും. അവർക്ക് ഒന്നിനും വിശ്വാസം ഉണ്ടാവില്ല. ഫെസിമിസം എന്ന് പറയും. ഫെസിമിസം ഉള്ളവരായിരിക്കും അത് എന്നാണ് ഒന്നാമത്തെ കാര്യം. അതിന്റെ മലയാളം നമുക്ക് പറയാം. ഫെസിമിസം മലയാളം അല്ലെ, ആർക്കും അറിയും? പറഞ്ഞോളൂ. അശുഭാപ്തി വിശ്വാസി ആണ് അല്ലെ. നമ്മളെപ്പോഴും രാവിലെ പറയും ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും വേണമെന്ന് പറയും. പക്ഷെ നെഗറ്റീവ് ചിന്തയുള്ള ആൾക്കാർ ആ സാധനത്തെ എപ്പോഴും അശുഭാപ്തി വിശ്വാസിയായിട്ട് മാത്രമേ അവരുണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർ വേസ്റ്റ് ഹാപ്പൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഏത് സന്ദർഭങ്ങളിലും അവരതിന്റെ ശുഭകരമല്ലാത്ത കാര്യത്തെ പറ്റി മനസ്സിലാക്കും. ശുഭകരമല്ലാത്ത കാര്യത്തെ പറ്റി മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. അവരത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. എനിക്ക് 10 രൂപ 100 രൂപ കിട്ടി എന്ന് ഒരാൾ പറയുമ്പോൾ അവർ പറയും, അത് നീ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നതല്ലേ, അല്ലെങ്കിൽ നിനക്കെന്തിനാണ് അവർ വെറുതെ കാശ് തരുന്നത്? ആ കാശ് തരാനുള്ള കാരണം എന്താണ്? നിന്നിൽ എന്തോ ഒരു കാര്യം അവർക്ക് നേടാനുണ്ട് എന്നുള്ള തരത്തിലുള്ള അശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും അത് പറയുകയും ചെയ്യും. റിഗാർഡ്ലെസ് ഓഫ് സർക്കംസ്റ്റാൻസസ്, ഏത് സാഹചര്യം എന്നൊന്നും അവർക്ക് വിശ്വാസം, അന്ധവിശ്വാസം എന്നല്ല പറയുന്നത്, ഒരു സാഹചര്യത്തെ പറ്റിയും അവർക്ക് അതുണ്ടാവില്ല. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അസ്യൂമിങ് യു വിൽ ഫെയിൽ അറ്റ് ദ ടാസ്ക് ബിഫോർ ഈവൻ സ്റ്റാർട്ടിങ്. അവർ തുടക്കം മുതലേ പറയും നമ്മൾ, അത് സാറേ ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് നടക്കില്ല കേട്ടോ, എനിക്കത് പറ്റില്ല, എന്ത് അത് പണ്ടൊക്കെ വിചാരിച്ച് പറ്റിയില്ല എന്ന് പറയുന്ന അത് എപ്പോഴും പറയുന്ന ഒരു അവസ്ഥയുള്ള ഒരു കാര്യമാണ് പെസിമിസം എന്ന് പറയുന്നത്. നെഗറ്റീവ് ഉള്ള ആൾക്കാരുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇതാണ്. എഴുതി വെച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താണ്. അശുഭാപ്തി വിശ്വാസിയായിരിക്കും ഒന്നാമത്തെ നെഗറ്റീവ് ഉള്ള ആൾക്കാരുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അവർ അശുഭാപ്തി വിശ്വാസിക്കാരായിരിക്കും. ഏത് കാര്യത്തിലും അവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല എന്ന്. ഇത് നിങ്ങൾ ഓരോ ആളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ നിങ്ങൾ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അവരെങ്ങനെയുള്ളവരാണ്. രണ്ടാമത്തെ കാര്യം, സെൽഫ് ഡൗട്ട് ആൻഡ് സെൽഫ് ക്രിറ്റിസൈസം ഉള്ളവരായിരിക്കും. അവർക്ക് അവരെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല. അവരോട് തന്നെ ഒരു തരത്തിലും വിശ്വാസം ഉണ്ടാവില്ല. നീ സുന്ദരിയാണ്, സുന്ദരനാണെന്ന് ഒരാൾ പറഞ്ഞാൽ അന്ന് മുതൽ ടെൻഷനാണ്. ഇയാൾ എന്തോ ഒരു കാര്യം നേടാനാണ് എന്നോടത് പറഞ്ഞത്, ഇയാൾ എന്തോ ഒരു സംഭവത്തിന് വേണ്ടി എന്നോട് പറഞ്ഞത്. അമ്മ തന്നെ മോളോട് പറഞ്ഞ, മോളെ നീ നല്ല സുന്ദരിയാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തോ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ അതല്ല, എന്നെ വെറുതെ പറഞ്ഞതാണ് അമ്മ എന്ന് പറയുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്തെങ്കിലും അവന് നല്ലത് പറഞ്ഞാൽ അവൻ അന്ന് ഉറങ്ങില്ല.
എന്തിനായിരിക്കും ദിനേശ് അത് പറഞ്ഞത്? എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നത്. ഇന്ന് അവന്റെ കഥ ഞാൻ പറയുന്നില്ല. ഇത് വളരെ ഇതാണ്. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്ത് പറയാ, ആഹാ സന്തോഷം, കറക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് കേട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിനൊക്കെ ഓർത്തിട്ടാണ് ഈ പുസ്തകത്തിന് ഇത് തന്നെ പേരിട്ടത്. വേറെ ഒരു പേരും കണ്ടെത്താതെ ഇത് തന്നെ ഇടാനുള്ള കാരണം ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തുന്ന സാധനമാണ്. ഈ ഒരൊറ്റ തോട്ട്സ് അത് അത്രയും ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട കാര്യമാണ്. ഈ നെഗറ്റിവിറ്റി ഞാനിതിന് വളരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഈ ജേർണിയിൽ വന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നിൽ വിട്ടുപോയി. ഇങ്ങനെ ഒഴിവാക്കി പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഇതേ സാധനത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഓരോ ആളും പറഞ്ഞ കമന്റുകൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വട്ടാടോ ഇവന് കൃത്യമായി പറഞ്ഞത്. എന്റെ കമന്റ് വീഡിയോന്റെ താഴെ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എഴുതി ഇവന് വട്ടാണെന്ന് പറഞ്ഞു. ശരിയായിരിക്കും, ഒരു കുഴപ്പമില്ല. ശുഭാപ്തി വിശ്വാസമുള്ളത് വട്ടാണെങ്കിൽ അത് എനിക്കല്ല, അത് കാണുന്നവരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ സെൽഫ് ഡൗട്ടും സെൽഫ് ക്രിറ്റിസൈസവും ആയിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതറിയാമല്ലോ, സെൽഫ് അവനവനെ തന്നെ വിശ്വാസം ഉണ്ടാവില്ല. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്കിത് പറ്റുമോ, എന്താണ്, എങ്ങനെയാണ്, ആരാണ് ഞാൻ, അങ്ങനെ ഒരു ഡൗട്ട് ഒരുപാടുണ്ടാവും. പിന്നെ അവരെ തന്നെ കുറ്റോ ഞാൻ എന്താ ഇങ്ങനെ, എപ്പോഴും ഞാൻ ഇങ്ങനെയാണ്, എപ്പോഴും എന്നെ കൊണ്ട് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുള്ളൂ എന്ന് സ്വന്തം പറഞ്ഞുകൊണ്ട് അവർ സ്വയം കുഴി ഇങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തത്, അവരെപ്പോഴും സെമിസം ഉള്ള ആൾക്കാർക്ക്, സെമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊതുവെ എന്താ പറയാ, നമ്മൾ മലയാളത്തിൽ ഒരു ലക്ഷണം അല്ലെങ്കിൽ മലയാള പദം സിനിസം എന്ന് പറയുന്നത്, അതായത് ദോഷം, ഹൃദയശൂന്യരായ ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും നിന്ദയോടുകൂടി കാണുന്ന ആൾക്കാരായിരിക്കും. നിന്ദയോടുകൂടി എല്ലാത്തിനെയും അവർ നിന്ദയോടുകൂടിയായിരിക്കും കാണുന്നത്. ഏത് കാര്യം വന്നാലും ദോഷം എതിർക്കാറ് എന്ത് പറഞ്ഞാലും, എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് അതെന്തായിരിക്കും അങ്ങനെ ഉണ്ടാവാൻ കാര്യം, അതിന്റെ നെഗറ്റീവ് വശങ്ങൾ അവർ ചികഞ്ഞ് കണ്ടുപിടിക്കും. ഇത് അവരുടെ പ്രത്യേകതയാണ്. ഇത് നിങ്ങളിലും ഉണ്ടോ എന്ന് നോക്കണേ. ഞാൻ ഈ പറയുന്ന അവർ എന്ന് പറയുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ അവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഡിസ്റ്റർബിങ് ഓർ ഡൗട്ടിങ് ദ മോട്ടിവേഷൻ ആൻഡ് ആക്ഷൻസ് അതേഴ്സ്. ഇത് എനിക്ക് അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവം ഉണ്ടായ ഒരു സംഭവം. ഞാൻ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഒരാളെ ഒരു വിഷയത്തിൽ നിന്ന് കരകയറ്റാനായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യൂ, അതല്ലല്ലോ ശരിയായ രീതി, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാനതിന് നന്നായിട്ട് അയാളെ ചില ആക്ഷൻസ് എടുക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ രണ്ടാമതിനോട് പറഞ്ഞത്, ഒക്കെ പറഞ്ഞത് ശരിയാണ്, സമ്മതിച്ചു, എനിക്കിതിലിപ്പോ എന്താ ലാഭം, നീ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്, എനിക്കറിയാം എന്റെ ജീവിതം എങ്ങനെ വേണം, നീ ഇതൊക്കെ പറഞ്ഞ എന്റെ ആവശ്യം. നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് പറഞ്ഞു. അന്നോടുകൂടി സത്യം പറഞ്ഞാൽ അന്നോടുകൂടി ഞാൻ ഒരാളെ ഉപദേശിക്കുന്നത് നിർത്തി. ഒരാളെയും ഞാൻ ഉപദേശിക്കില്ല, പറഞ്ഞു പോവുകയുള്ളൂ. കാണുന്നത് കേട്ടോ, നിനക്ക് ഇങ്ങനെയാണ്, വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. അതുവരെ ഞാൻ ഉപദേശിക്കുകയായിരുന്നു ആളെ. ആ ഉപദേശം അന്ന് നിർത്തിയതാണ്. അവരെ ഈ ടൈപ്പ് ആൾക്കാരാണെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് ദയവ് ചെയ്താലും ചോദിച്ചാൽ ഓക്കെ ശരി, ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്, അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെയല്ല അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വന്നത് ഇത് കണ്ടുപിടിച്ചപ്പോഴാണ്. വളരെ ഹാംഫുൾ ആണ് ഇത്തരം ആൾക്കാരുമായിട്ട് വിൽക്കാൻ. നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലെയിമിങ് ആൻഡ് കംപ്ലൈന്റ്. ഇത് പറഞ്ഞാൽ ചിലവർ പറയും, സാർ ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചത്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് പറയും. നിങ്ങൾ സെൽഫ് ഒന്ന് കണ്ണാടി പോയി നോക്കിയാൽ മതി, എത്രത്തോളം മറ്റുള്ളവൻ മാറുന്നില്ല സാറേ, അവൻ മാറുന്നില്ല സാറേ, അവര് മാറാത്തത് കൊണ്ടല്ലേ ഞാൻ മാറാത്തത് എന്നുള്ള ബ്ലെയിമിങ്ങും കംപ്ലൈനിങ്ങും ഉള്ള ആൾക്കാർ. ഞാൻ ആദ്യം ഈ ക്ലാസ് തുടങ്ങുമ്പോൾ പറയേണ്ടത്, നമ്മളൊരു പരിപാടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ്? നമ്മളൊരു കാരണവശാലും പരാതി പറയില്ല എന്നുള്ളത് തീരുമാനിച്ചൊരു ഓർമ്മയുണ്ടല്ലോ, പ്രതിജ്ഞ എഴുതി വെച്ചതാണ്. അത് മറക്കരുത്, എല്ലാവരും ചെയ്യണം, പരാതികൾ പറയരുത് എന്നുള്ളത്. ബ്ലെയിമിങ് അതേഴ്സ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് പീപ്പിൾസിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ഫിയർ ഓഫ് ഫെയിലിയർ ആയിരിക്കും. ഞാൻ തോറ്റുപോകും, എന്നെ കൊണ്ട് സാധിക്കില്ല, ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന അവസ്ഥ. യെസ്, എല്ലായിടത്തും ഫിയർ ഓഫ് ഫെയിലിയർ ആയിരിക്കും.
ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് തൊട്ടാലും അവർ പറയും അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റും, അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായി ആൺപെൺ വ്യത്യാസം ഒന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം അവരവർക്ക് തീരുമാനിക്കും. നിങ്ങളെ മാത്രം തീരുമാനങ്ങൾക്ക്, നിങ്ങളുടെ തന്നെ ചിന്തകൾക്ക് മാത്രം വിട്ടുകൊണ്ട് പറയുകയാണ്. നെഗറ്റീവ് ഉള്ള ആൾക്കാർക്ക് ഫിയർ ഓഫ് ഫെയിലിയർ വളരെ കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് ബിലീവ് ദാറ്റ് ഓഫർ വിൽ ലീഡ് ടു ദ ഫെയിലിയർ. ഈ തരുന്നത് നമ്മളെ ഫെയിലിയർ ആക്കാനാണ്, ഡിസപ്പോയിന്റ് ചെയ്യാനാണ്. കേസിങ് എവിഡൻസ് ഓഫ് ചലഞ്ച് ന്യൂ അക്സെപ്റ്റൻസ് എന്ന് പറയും. ഒരു ചലഞ്ച് കൊടുക്കാനോ ഈ കസേര നിന്ന് ഇരുന്നിട്ട് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്ന പറഞ്ഞാൽ അവർക്ക് തോന്നി എന്തിനാണ് പറയുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനത് ചെയ്യും എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവുന്നത് ഒരു വലിയ കാര്യമാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്ന കാര്യം. എല്ലാത്തിനെയും പൊതുവായി കണ്ടുപിടിക്കും. അവർ ഇത് ഇങ്ങനെയൊക്കെയാണ് ലോകം നടക്കുന്നത്, ഇങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്, ഇങ്ങനെയാണല്ലോ അപ്പുറത്ത് അവർ ചെയ്തത്, ഇങ്ങനെയാണല്ലോ എൻ്റെ അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഓവറായിട്ടുള്ള ജനറലൈസേഷൻ എല്ലാത്തിനും കണ്ടുപിടിക്കും. നിങ്ങൾ അവരെ കണ്ടുപിടിക്കും, അവരൊന്നും അങ്ങനെയല്ലല്ലോ ചെയ്തത് എന്ന് പറയുന്ന ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറി നിങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളാണ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പൊതുവേ കാര്യം പറയുമ്പോൾ നമ്മൾ എവിടെയും കൊണ്ടേ കണ്ടു അതങ്ങനെയാണ്, അതെല്ലാവരും അങ്ങനെയാണെന്ന്. ഇതെല്ലാം ഉണ്ടാവും, ഇതെല്ലാം ഇല്ലാതെ അങ്ങനെ വരില്ല. അത് നിങ്ങൾക്ക് അകത്ത് ഒരാൾ കമന്റ് ചെയ്തത് സാറേ ഇതൊന്നും ഇല്ല, പക്ഷെ പ്രശ്നം ഞാൻ പോസിറ്റീവ് ചിന്തിച്ചാൽ മുന്നോട്ട് വളരാൻ വിടാതെ ഒരു വലിയ കെട്ടുള്ളതായി ഫീൽ ചെയ്യുന്നു, മാറ്റം എന്താണ്? ഇല്ല, അങ്ങനെ ഒരിക്കലും വരില്ല. ഇതെല്ലാം സൈക്കോളജിക്കൽ ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് സംഭവിച്ചിട്ട് എത്രയാണ് നിങ്ങൾ ഞാൻ പലപ്പോഴും പറയാറില്ലേ, അതിനൊരു ഉത്തരം പറഞ്ഞു തന്നെ പോകാം. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞു മുമ്പ് ഈ ഒരു പോയിന്റ് തീർത്തിട്ട് ഉത്തരം പറയാം കേട്ടോ. ഏഴാമത്തെ ഒരു കാര്യമാണ്, അതും കൂടി പറഞ്ഞിട്ട് ഓവർ ജനറലൈസേഷൻ പറഞ്ഞിട്ട് ഏഴാമത്തെ ഒരു പോയിന്റും കൂടി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇത് ഏഴാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാഗ്നിഫൈങ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ചെറിയ കാര്യത്തെ വലുതായി കാണും, ചെറിയ ഉറുമ്പ് മണിയോടെ ഉണ്ടാവുള്ളൂ. ഞാനൊരു അത് വലിയ സംഭവമായിരിക്കും അവരെ സംബന്ധിച്ച്. വലിയ വെച്ചാൽ ടെൻഷനാണ്, ഉറക്കമില്ല, അതാണ് ഇതാണ് ഇങ്ങനെ പിടിച്ചത്. ഒരു സംഭവം സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. മാഗ്നിഫൈസിങ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 7 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നിനൊന്ന് എഴുതി വെച്ചോളൂ. ഇതിലേതുണ്ടെങ്കിലും മാറ്റാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടായാൽ എന്താണ് നമുക്ക് സംഭവിക്കുക, അതും കൂടി പറയട്ടെ. നമുക്ക് സ്വാഭാവികമായിട്ട് പറയട്ടെ. ഇത് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം എന്തൊക്കെയാണ് സംഭവിക്കാന്നത്. അതെ, ഇതാണല്ലോ നമ്മളിവിടെ ക്ലാസ്സിൽ എടുക്കുന്നത്. നിങ്ങൾക്കുള്ളത് മനസ്സിലാക്കി അത് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടാവുന്ന 4 കാര്യങ്ങളെ മാത്രം പറഞ്ഞു പോകാം, ബാക്കി എല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും? ഈ നെഗറ്റീവ് ഉണ്ടാവുന്ന ആൾക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ വിഷയം എന്തായിരിക്കും എന്ന് അറിയാമോ? പറയാൻ പറ്റുമോ? അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം വളരെ ശോചനീയകരമായിരിക്കും. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ശോചനീയകരമായിരിക്കും എന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് ഒരിക്കലും സാധ്യമാവില്ല. കാരണം അവരെപ്പോഴും കംപ്ലൈന്റ് മൂഡിലാണ്. മനസ്സമാധാനം ഉണ്ടാവില്ല, ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ ഞാൻ പറയണോ? രണ്ടാമത്തെ എന്തായിരിക്കും? വയ്യ, എഴുന്നേക്കാൻ വയ്യ, കാലുവേദന, കൈവേദന, മുട്ടുവേദന, തലവേദന, കഴുത്ത് വേദന, കണ്ണുവേദന, ദേഹവേദന, മുഖവേദന, അങ്ങനെ ഏതൊക്കെ വേദന ഉണ്ടെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അത്രയും വേദനകൾ അവർ കണ്ടുപിടി. ഫിസിക്കൽ ഹെൽത്ത്, ഒരു തരത്തിലും ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവില്ല. ഒരു തരത്തിലും സുഖം എന്ന് പറയുന്ന സംഭവം മനസ്സിന് സുഖമില്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ, അതുകൊണ്ട് തന്നെ പറയുന്നു മനസ്സിന് മനസ്സമാധാനം ഇല്ലെങ്കിൽ ശരീരത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ട്. മൂന്നാമത്തെ കാര്യം, അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ബാക്കി ഞാൻ പറയണോ? ഇങ്ങനെ കാണിച്ചതിന്റെ അർത്ഥം എന്താണ്? കട്ടപ്പുക എന്ന് തന്നെ പറയേണ്ടി വരും. കട്ടപ്പുകയാണ് റിലേഷൻഷിപ്പ്. ആരുമായിട്ടുള്ള ബന്ധമായാലും, ഭാര്യയായാലും, കുട്ടികളായാലും, അച്ഛനായാലും, അമ്മയായാലും, മക്കളായാലും, ബന്ധുക്കളായാലും, കുടുംബ സുഹൃത്തുക്കളായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുകയാണ്. ഒരു രക്ഷയില്ല. പിന്നെയോ വേറൊരു സാധനം കൂടി വേണ്ടേ?
ഇതുള്ളവർക്ക് ഇല്ലാതെ പോകുന്ന ഒരു സാധനമുണ്ട്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം അസാധ്യമാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ നടക്കില്ല അവർ. ഇറ്റ്സ് ലിമിറ്റ് യുവർ എബിലിറ്റി ടു ടേക്ക് റിസ്ക്, ട്രൈ ന്യൂ തിങ്സ് ആൻഡ് ഗ്രോ ബോത്ത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി എന്ന് പറയുന്നത്. ഗ്രോത്ത് സാധ്യമേ അല്ല. ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല, ഒരു പുതിയ കാര്യം തുടങ്ങാൻ പറ്റില്ല, ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് പേഴ്സണലിയോ പ്രൊഫഷണലി ആയിട്ടോ നടക്കാൻ പറ്റില്ല. ഇത് 4 കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മാറ്റിയേ പറ്റുള്ളൂ. ഇത് മാറ്റാത്തടത്തോളം കാലം നമ്മുടെ ജീവിതം അത് തന്നെയാണ്. അല്ലേ? ഒരു കാര്യം കൂടി അറിയണ്ടേ? കുറച്ച് ഫാസ്റ്റാണ് പറയുന്നത്. ഞാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ചെറിയൊരു വീഡിയോ കൂടി ചെയ്ത് യൂട്യൂബിൽ തരാം. ഒരു കാര്യം കൂടി അറിയണ്ടേ? എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻ ടു യു, അല്ലെ? അതറിയണ്ടേ നമുക്ക്. നമ്മളിങ്ങനെയായി, ശരിയാണ്, നമ്മൾ ഇങ്ങനെയാണ്, ഇത്രയൊക്കെ മാർക്ക് പറഞ്ഞ മാർക്ക് കിട്ടി, ശരിയാണ്. ഇത് എങ്ങനെയാണ് എന്നെ ഉണ്ടാക്കിയത്? ഒന്നാമത്തെ കാര്യം ഇത് അറിയണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം 4 ഒന്നുകൂടി പറയാമെന്ന് വെച്ചാൽ ഏത് 4 ഇപ്പൊ പറയണ്ടേ? ഞാനിപ്പോ എവിടെ എത്തിയെന്ന് അറിയില്ലല്ലോ. ചാറ്റ് ബോക്സിൽ പിറകിലോട്ട് പോയി നോക്കിയോളൂ. 4ാമത്തെ എല്ലാം അവിടെ കിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുണ്ടാവാനുള്ള ഒന്നാമത്തെ കാര്യം പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പഴയ കാര്യങ്ങളുടെ ഓർമ്മകളാണ് എന്നുള്ളതാണ്. നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, കഴിഞ്ഞ കാലങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച, നമ്മൾ കടന്നു വന്ന കുറേ കാര്യങ്ങളിലൊന്നാണ് ഇത് ഒന്നാമതായി ഇങ്ങനെയായി മാറുന്നത്. ജനിച്ച വീടാവാം, ജനിച്ച സാഹചര്യങ്ങളാവാം, വളർന്നു വന്ന ചുറ്റുപാടുമാകാം, സാഹചര്യങ്ങളാവാം. ഇതൊക്കെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് തിരിച്ചറിയണം. കാരണം നമ്മൾ നെഗറ്റീവ് ഇവന്റ്സുകൾ കടന്നു പോവുക, അങ്ങനെ പല 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 റീസൺസ് ഉണ്ടാവും. ചൈൽഡ്ഹുഡ് ട്രോമയാവാം, വീട്ടിലെ സാഹചര്യമാവാം, എന്തുമാവാം. ഇത് ഒന്നാമതായി ഈ നെഗറ്റിവിറ്റിയെ ബാധിക്കുന്നതാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ അവനവനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എവ്രി മാൻ ഈസ് ദ ആർക്കിടെക്ചർ ആൻഡ് ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ലൈഫ്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു ഫോർമുല കൂടി വെക്കാറുണ്ട്, 60-20-20 ഫോർമുല ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. 60% നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, 20% ജന്മാന്തരങ്ങളായി നമുക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതാണ്, 20% നമ്മുടെ സമൂഹത്തിന്റെ സംഭാവനയാണ്. പക്ഷേ 60% നമ്മളിലുണ്ട്. ആ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം. അപ്പോൾ 60% നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ 60% മാറ്റിയാൽ പോലെ 60% ചൈൽഡ്ഹുഡ് ട്രോമയും നമുക്ക് മാറ്റാൻ പറ്റും. സാധ്യമാണ്. തിരിച്ചറിവുണ്ടായാൽ നമ്മുടെ ന്യൂറോൺസിന്റെ സിസ്റ്റംസ് നമുക്ക് മാറ്റാം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമുക്കുള്ളത് കൊണ്ട് മാറ്റാൻ പറ്റും. ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ്. അതിൽ വളരെ ഡീറ്റെയിൽസ് ആയി, എനിക്ക് തോന്നുന്നത് എല്ലാവരും അത് വളരെ ഡീറ്റെയിൽസ് ആയി പഠിക്കേണ്ടതാണ്. മനസ്സൊരു വിസ്മയം അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ കൂടുതൽ കിട്ടുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻവയറമെന്റ് ആണ് നമ്മളെ അങ്ങനെ ആക്കുന്നത്. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ആക്കുന്നത്. ചില സൊസൈറ്റികൾ അങ്ങനെയാണ്. ആ സൊസൈറ്റിയിൽ നിന്നുണ്ടാവുന്നവർക്ക് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം. എൻവയറമെന്റ് എന്ന് പറയുന്നത് ഒരു ഘടകം തന്നെയാണ്. ഇതൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അതിന് വിഷയമാണ്. എഗെയിൻ ടെല്ലിങ് ദ സെയിം തിങ്. നേരത്തെ പറഞ്ഞു 60-20-20 പ്രിൻസിപ്പിൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 20% അങ്ങനെ ആയിക്കോട്ടെ, 20% പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ബട്ട് 60% വീണ്ടും നമ്മളതിലുണ്ട്. അത് നമുക്ക് സാധ്യമാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്ന സാധനമാണ്. സെൽഫ് പെർസെപ്ഷൻ നമ്മൾ സ്ലോ എക്സ്ട്രീമിലേക്ക് നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നതാണ് ഈ കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞ ഫോർമുലയുടെ 60%. ഇത് നമുക്ക് മാറ്റാൻ പറ്റും. എന്നെ പറ്റിയിട്ടുള്ള എന്റെ വിശ്വാസം എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ, എന്നെ പറ്റിയിട്ടുള്ള എന്റെ കാഴ്ചപ്പാട് എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. അവിടെയാണ് സെൽഫ് പെർസെപ്ഷൻ വരുന്നത്. ഇത് സാധ്യമായാൽ നമുക്ക് എന്തും സാധ്യമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ
കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇത് നിങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക, മാറ്റപ്പെടുന്ന ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇതിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ 60-നും ഈ 15-നും 16-നും 21-നും 25-നും ഇടയിലാണെങ്കിൽ, അത്രയും ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അതിന് എനിക്ക് തരാനുള്ള ഒരു മരുന്ന് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന എന്റെ കോഴ്സിലാണ് ഇത് കൂടുതൽ പഠിപ്പിക്കാൻ പറ്റുക. നമ്മളോടുള്ള യാത്രയിലൂടെ, മെഡിറ്റേഷനിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് 100% ആയിട്ടും സാധ്യമാണ് എന്നുള്ള നമുക്ക് ഉറപ്പ് നൽകാൻ പറ്റും. അതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓരോ കാര്യങ്ങളും, അതായത് 16 മുതൽ 25 ഉള്ളവർ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ജീവിതം നമുക്ക് വളരെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടി, ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. ഫോർ ബുക്ക് ഒന്ന് കോൺടാക്ട് നമ്പർ ഒന്ന് ഷെയർ ചെയ്തോളൂ അഡ്മിൻ. വേണ്ടവർക്ക് നിങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കോഴ്സ് തരും. 25 കിട്ടിയവരാരാണ് ഇവിടെ ഉള്ളത്? 25 സ്കോർ കിട്ടിയവരാരാണ് ഉള്ളത് ഇവിടെ? ഒന്ന് പറയാമോ? 25 സ്കോർ കിട്ടിയവരാരാണ്? 15 വേണ്ട, 25 കിട്ടിയ ആളുണ്ട്. ആരുമില്ലെന്നല്ലേ? 25 കിട്ടിയവരാരും ഉണ്ടെങ്കിൽ അവർ പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ. കാരണം കുറെ ആൾക്കാർ വിട്ടുപോയി. 25 കിട്ടിയവർ സാധിച്ചപ്പോൾ. ഓക്കെ, 24 കിട്ടിയവരുണ്ടോ? 24 കിട്ടിയവർ. മായാദേവി ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലുണ്ടോ? മതി, അവിടെ നിന്ന്. മായാദേവി നമ്മൾ ഓൾറെഡി ക്ലാസ്സിലുണ്ടോ? ജേർണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്തോ? യെസ് ഓർ നോ? മായാദി ടൈപ്പ് ചെയ്തേ. ജേർണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്തോ? ലോ ഓഫ് അട്രാക്ഷനിൽ മാത്രമേ ഉള്ളൂ. മായാദി ടൈപ്പ് ചെയ്യാൻ പറ്റില്ലേ? ജേർണി ടു ഹാപ്പിനെസ് എന്ന കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? പെട്ടെന്ന് പറയൂ. ഉണ്ടോ ഇല്ലയോ? നോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തരുന്നു. ഇപ്പോ ഈ ക്ലാസ്സിൽ അഡ്മിൻ മായാദേവിക്ക് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഒരു പൈസയും വാങ്ങിക്കണ്ട. ജേർണി ടു ഹാപ്പിനെസിന്റെ കോഴ്സ് മായാദേവി ഫ്രീ ആയി കൊടുക്കുക. ഒന്ന് മായാദേവി അഡ്മിന്റെ നമ്പർ തന്നിട്ടുണ്ട്, സബ്മിറ്റ് കോൺടാക്ട് ചെയ്തോളൂ. ഫ്രീ ആണ് കോഴ്സ്, ഒരു പൈസയും വാങ്ങിക്കുക. ഓക്കെ? കാരണം നിങ്ങൾ പൈസ ഉണ്ടോ ഇല്ലയെന്നല്ല, നിങ്ങൾക്ക് മാറ്റപ്പെടാനുള്ള ഒരു ചാൻസ് ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരികയാണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഈ കാര്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് മാത്രം ഓർമ്മിക്കുന്നു. കാരണം ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം അങ്ങനെ ആക്കിയത്. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റില്ല. സാധിക്കുന്ന കാര്യം നിങ്ങൾ കയറി വരിക, പഠിക്കുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക, മാറുക, മാറ്റുക എന്നുള്ളതാണ് പറയാനുള്ളത്. ബാക്കിയുള്ളവർക്ക് ഇനി ആർക്കും വേണമെന്നില്ലല്ലോ. അത്രയും ഹയസ്റ്റ് വന്ന ആളല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ? ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തന്നു. ഇനി ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ, ഇനി ആർക്കെങ്കിലും ജേർണി ടു ഹാപ്പിനെസ് ഈ സ്കോർ വന്നവർ വേണമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും വേണം തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 23 ആള്. സിജി ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലുണ്ട്. സുജി, ഞാൻ അതിന് ഉത്തരം പറയാം. സിജിക്ക് ഓൾറെഡി നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് സിജി ഉണ്ടല്ലോ അല്ലെ? സിജി പ്രാക്ടീസ് ചെയ്താൽ അത് ഞാൻ ശരിയാക്കി എടുക്കാം കേട്ടോ. ഡോൺ വറി. സിജിക്ക് അതിനുള്ള സിജി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഡോൺ വറി. സിജിക്ക് അതിനെ കൃത്യമായി ഞാൻ നമ്മൾ ചെയ്തെടുത്തിരിക്കും. ഡോൺ വറി. വേണം എന്നുള്ളവർ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാൻ, നമ്മുടെ ഓഫർ ഓൾറെഡി എൻഡ് ചെയ്തതാണ്. ആ ഓഫർ നിർത്തിയതാണ്. ആ ഓഫർ നിങ്ങൾക്ക് തരാം. അതല്ലേ എനിക്ക് പറ്റുള്ളൂ അല്ലേ? ഓഫറിൽ ബന്ധപ്പെട്ടോളൂ. നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് അടക്കാനില്ലേ? അതും കുഴപ്പമില്ല, അതും ഒരു വിഷയമില്ല. അടക്കാൻ പറ്റുന്ന എമൗണ്ട് അഡ്മിനോട് പറഞ്ഞോളൂ. ബാക്കി നിങ്ങൾ എപ്പോൾ അടക്കുന്നു പറഞ്ഞോളൂ. എന്നിട്ടും കയറി വന്നോളൂ. കാരണം ഇങ്ങനെയൊക്കെ എനിക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് 16-ന് മുകളിൽ മറ്റുള്ളത് വേണ്ടെന്നല്ല കേട്ടോ, മറ്റുള്ളവർ വന്നോളൂ കേട്ടോ. ആർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇന്ന് ഞാൻ ഈ ഓഫർ തരാം. ഏതാണ്? 599. കഴിഞ്ഞ ഓഫറാണ്. ഓൾറെഡി ആ ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. വീണ്ടും വരാം. കാശ് ഫുള്ളില്ലേ എങ്കിൽ അഡ്മിനെ ബന്ധപ്പെടുക. നിങ്ങൾ റീസൺ പറയുക. തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത് എന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾ കയറിക്കോളൂ. തന്നാൽ മതി. മാറ്റമുണ്ടെങ്കിൽ തന്നാൽ മതി. മാറ്റമില്ലെങ്കിൽ, പക്ഷേ ഒരു കാര്യമുണ്ട്, മാറ്റമില്ലെങ്കിൽ, നിങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ എന്നോട് പറയണം. പൈസ തിരിച്ചു വാങ്ങിക്കണം.
എന്നിട്ട് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തോളൂ. പൈസ തിരിച്ചു വാങ്ങിച്ചിട്ട് വീണ്ടും പ്രാക്ടീസ്, നിങ്ങൾ എക്സിറ്റ് ചെയ്ത് പോകണ്ട. പൈസ തിരിച്ചു വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്തോളൂ, ഞാൻ തരാം. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ നമുക്ക് വിശദമായി ഒരു കാര്യം നോക്കേണ്ടി വരും, എന്താണ് സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും മതിയല്ലോ, എല്ലാം ക്ലിയർ ആയി കാണുമെന്നല്ലോ. ഇനി പക്ഷെ ഡേറ്റ് ഞാൻ പറയാം. ഈ ഓഫർ 25/9/2025 നാശമേ ഉള്ളൂ. ക്ലാസ് എപ്പോഴും റെഡിയാണ്, ഒരു പ്രശ്നമില്ല. ഈ ഓഫർ ഇപ്പോഴേ ഉള്ളൂ, നാളെ കിട്ടില്ല. അതുകൊണ്ട് യൂട്യൂബ് കാണുന്നവർ വന്നിട്ട് 10-15 ദിവസം കഴിഞ്ഞ് ചോദിച്ചേക്കരുത്, തരാൻ നിർവാഹമില്ല. അപ്പോഴേക്കും വേറെ ഓഫറുകളായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് അഡ്മിനെ ബന്ധപ്പെട്ടു, അഡ്മിൻ നമ്പർ ഒന്ന് കൊടുത്തോളൂ. ഒന്നുകൂടി രക്ഷ് രഘുത്തം പറഞ്ഞിട്ടുണ്ട്. യെസ്, സ്കോർ ഓഫ് 9 ഗുഡ്. നിങ്ങൾക്ക് മാറ്റാൻ സാധ്യമാണ്. നിങ്ങളെ എല്ലാവരും മാറ്റാൻ സാധ്യമാണ്, ഒരു തർക്കമില്ല. കാരണം ഞാനിത് ഈ ടെസ്റ്റ് ഞാനൊരു 5-6 വർഷം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോഴേ 7 നിലയിൽ പൊട്ടിയ ആളാ ഞാൻ. ഇന്ന് ഈ ടെസ്റ്റ് ഞാൻ ചെയ്താൽ എനിക്ക് മാക്സിമം കിട്ടാവുന്ന മാർക്ക് എത്രയാണെന്നറിയോ? മാക്സിമം കിട്ടാവുന്ന മാർക്ക് ഒരു 10 ആയിരിക്കും എന്ന് ഞാൻ പറയും. ആയിരിക്കില്ല, 10 ആയിരിക്കും. ഓക്കെ, ഇത്രയും മതി വന്നെന്ന് കരുതുന്നു ഞാൻ. എന്താണ് അരുണകുമാരി 100 എന്താണ് ആൾക്കാരാണ്. 100 രൂപയോ? 100 രൂപ വന്നിട്ട് എന്ത് ചെയ്യാനാ? 100 രൂപ വന്നിട്ടൊന്നും വരില്ല കേട്ടോ. ഒരു പരീക്ഷണല്ലേ, എങ്ങനെയൊക്കെ ചെയ്യല്ലേ, പാവല്ലേ ഞാൻ. ഓക്കെ, ശരി. അപ്പോ ഇത്രയും മതിയെന്ന് കരുതുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ ഈ വീഡിയോ കൂടെ എൻഡ് ചെയ്യാണ്. ഖദീജക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഞാൻ റെക്കോർഡിംഗ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് പറയാം. അൺമ്യൂട്ട് ചെയ്തോ ഖദീജ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയോടുകൂടി നിങ്ങൾ കൂടുതൽ ആൾക്കാരിൽ ഇത് എത്തിക്കാൻ ശ്രമിക്കുക. അവരെല്ലാം മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ആരെയും മാറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ പരിപാടിയല്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്നിട്ട് മറ്റുള്ളവർ പറയും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയാം. നിങ്ങൾ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം.